Hi everyone, I am Divandra Sebastian from second year BSc Zoology, St. Michael's College, Cherthala. I am here to take a seminar about disruption in ecosystem. In this video, we are discussing about the impact of monoclonal plantations, genetically modified crops, and developmental projects on ecosystem. Impact of monoclonal plantations on ecosystem. Plantations are large areas where a single crop, often a tropical or subtropical perennial, is grown for export. സിംഗിൾ ക്രോപ്സ് പലപ്പോഴും ട്രോപ്പിക്കൽ ഓർ സബ് ട്രോപ്പിക്കൽ പെരിനിയൽ പ്ലാന്റ്സ് എക്സ്പോർട്ടിന് വേണ്ടി വളർത്തുന്ന ലാർജ് ഏരിയാസ് ആണ് പ്ലാന്റേഷൻസ്. എക്സാമ്പിൾസ് ആർ കൊക്കോ, റബ്ബർ, ടീ, കോഫി, ഷുഗർ കെയിൻ, ഓയിൽ പാം. Plantations are also used in forestry to create man-made forest for timber. തടികൾക്കായി man-made forest ക്രിയേറ്റ് ചെയ്യാൻ ഫോറസ്ട്രിയിലും പ്ലാന്റേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. These plantations have both benefits and drawbacks. Economically, they can be more efficient, provide jobs and generate foreign income. എക്കണോമിക്കലി അവർക്ക് കൂടുതൽ എഫിഷ്യൻ്റ് ആവാനും ജോലി നൽകാനും ഫോറിൻ ഇൻകം ഉണ്ടാക്കുവാനും കഴിയും. However, monoculture plantations pose significant environmental risk, leading some to call them green desert. എന്നിരുന്നാലും പ്ലാന്റേഷൻസ് കാര്യമായ എൻവയോൺമെൻറ്റൽ റിസ്ക് സൃഷ്ടിക്കുന്നുണ്ട്. ചിലർ അവയെ ഗ്രീൻ ഡെസേർട്ട്സ് എന്ന് വിളിക്കുന്നു. ദി മെയിൻ കൺസേൺ ഈസ് ദാറ്റ് മോണോകൾച്ചർ പ്ലാന്റേഷൻസ് ക്യാൻ ഹാം എക്കോസിസ്റ്റംസ് ഇൻ വേരിയസ് വേസ്. മോണോകൾച്ചർ പ്ലാന്റേഷൻസ് ആവാസ വ്യവസ്ഥയെ പല വിധത്തിൽ ദോഷകരമായി ബാധിക്കാറുണ്ട്. Soil erosion. Perennial plants are generally better at protecting soil from erosion than annual crops. Annual crops can cover the soil adequately within 13 to 40 days after planting, but perennials take 2 to 5 years to fully cover the ground, leaving it vulnerable to erosion in the meantime. ആനുവൽ ക്രോപ്സിനെക്കാളും പെരിനിയൽ പ്ലാന്റ്സ് മണ്ണൊലിപ്പിൽ നിന്ന് സംരക്ഷിക്കുന്നതിൽ മികച്ചതാണ്. എന്നാൽ ആനുവൽ ക്രോപ്സ് പ്ലാന്റിങ്ങിന് ശേഷം 30 മുതൽ 40 ദിവസത്തിനുള്ളിൽ മണ്ണിനെ കവർ ചെയ്യുന്നു. എന്നാൽ പെരിനിയൽ പ്ലാന്റ്സ് 2 മുതൽ 5 വർഷം വരെ നിലം പൂർണ്ണമായി കവർ ചെയ്യാൻ എടുക്കും. അതിനിടയിൽ മണ്ണൊലിപ്പിന് കാരണമാകും. ലാൻഡ് ക്ലിയറിംഗ് ഫോർ കൾട്ടിവേഷൻ ഓൾസോ ഇൻക്രീസസ് ഇറോഷൻ റേറ്റ്സ്. കൃഷിക്കായി നിലം നികത്തുന്നതും മണ്ണൊലിപ്പ് വർദ്ധിപ്പിക്കും. Studies in Malaysian oil palm plantations show that erosion rates increase 5 to 7 times after land clearance. Even after the canopy is established, exposed harvest paths still contribute to erosion. മലേഷ്യൻ ഓയിൽ പാം പ്ലാന്റേഷൻസ് പഠനങ്ങൾ കാണിക്കുന്നത് ലാൻഡ് ക്ലിയറൻസിന് ശേഷം മണ്ണൊലിപ്പ് 5 മുതൽ 7 മടങ്ങ് വരെ വർദ്ധിച്ചു. മേലാപ്പ് സ്ഥാപിച്ചതിന് ശേഷവും തുറന്ന വിളവെടുപ്പ് പാതകൾ ഇപ്പോഴും മണ്ണൊലിപ്പിന് കാരണമാക്കുന്നു. Similarly, coffee plantations on steep slopes with low density also experience high soil erosion. അതുപോലെ തന്നെ ഡെൻസിറ്റി കുറഞ്ഞ കുത്തനെയുള്ള സ്ലോപ്സിലുള്ള കോഫി പ്ലാന്റേഷൻസ് ഉയർന്ന സോയിൽ ഇറോഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ലോസ് ഓഫ് സോയിൽ ഫെർട്ടിലിറ്റി. Monoculture plantations reduce soil fertility. Planting a single species does not enrich the soil with humus. മോണോകൾച്ചർ പ്ലാന്റേഷൻ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി കുറയ്ക്കുന്നു. ഒരൊറ്റ ഇനം നട്ടു വളർത്തുന്നത് മണ്ണിനെ ഹ്യൂമസ് കൊണ്ട് എൻറിച്ച് ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ, യൂക്കാലിപ്റ്റസ് പ്ലാന്റേഷൻസ് ക്യാൻ അസിഡിഫൈ ദി സോയിൽ ആൻഡ് യൂസ് മോർ വാട്ടർ, ലോവറിംഗ് ദി വാട്ടർ ടേബിൾ. യൂക്കാലിപ്റ്റസ് തോട്ടങ്ങൾക്ക് മണ്ണിനെ അസിഡിഫൈ ചെയ്യുവാനും കൂടുതൽ വെള്ളം ഉപയോഗിക്കുവാനും കഴിയും. ഇത് വാട്ടർ ടേബിളിനെ താഴ്ത്തുന്നു. സ്റ്റഡീസ് ഷോ ദാറ്റ് soil organic carbon in Malaysian rubber plantations and Indonesian coffee plantations decreases significantly compared to forest areas. മലേഷ്യൻ റബ്ബർ പ്ലാന്റേഷൻസും ഇന്തോനേഷ്യൻ കോഫി പ്ലാന്റേഷൻസും സോയിലിലുള്ള ഓർഗാനിക് കാർബണെ ഫോറസ്റ്റ് ഏരിയാസിന് അപേക്ഷിച്ച് കുറയ്ക്കുന്നതായി പഠനങ്ങൾ കാണിക്കുന്നു. These findings highlight soil degradation in monoculture plantation areas. ഈ കണ്ടെത്തലുകൾ മോണോകൾച്ചർ പ്ലാന്റേഷൻസ് കാരണം മണ്ണിൻ്റെ നശീകരണത്തെ എടുത്തു കാണിക്കുന്നു. പൊല്യൂഷൻ. കണ്ടിന്യൂസ് കൾട്ടിവേഷൻ ഓഫ് ദി സെയിം ക്രോപ്സ് ഇയർ ആഫ്റ്റർ ഇയർ റെഡ്യൂസസ് സോയിൽ ഫെർട്ടിലിറ്റി, ലീഡിംഗ് ടു ഇൻക്രീസ്ഡ് യൂസ് ഓഫ് അഗ്രോ കെമിക്കൽസ് ലൈക്ക് ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ് ആൻഡ് ഹെർബിസൈഡ്സ്.
വർഷാവർഷം ഓരോ വിളകൾ തുടർച്ചയായി കൃഷി ചെയ്യുന്നത് മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി കുറയ്ക്കുന്നു. ഇത് ഫെർട്ടിലൈസർ, പെസ്റ്റിസൈഡ് ആൻഡ് ഹെർബിസൈഡ് തുടങ്ങിയ അഗ്രോ കെമിക്കലിൻ്റെ വർദ്ധിച്ചു വരുന്ന ഉപയോഗത്തിലേക്ക് നയിക്കുന്നു. Improper use of these chemicals can cause environmental pollution and heavy metal accumulation in the soil. കെമിക്കൽസിൻ്റെ തെറ്റായ ഉപയോഗം പരിസ്ഥിതി മലിനീകരണത്തിലും മണ്ണിൽ ഹെവി മെറ്റൽസിൻ്റെ അക്യുമുലേഷനും കാരണമാക്കും. Additionally, smoke and effluents from plantation-related industries contribute to pollution. പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട ഇൻഡസ്ട്രീസ് നിന്നുമുള്ള പുകയും മാലിന്യങ്ങളും മലിനീകരണത്തിന് കാരണമാകുന്നു. In Kerala, the pesticide endosulfan was widely used on cashew plantations for over 20 years, causing severe health issues in the local population. Studies have linked endosulfan spraying to health problems in the Kasaragod district. Kerala banned endosulfan in November 2010. കേരളത്തിൽ 20 വർഷത്തിലേറെയായി കാഷ്യൂ പ്ലാന്റേഷൻസിൽ എൻഡോസൾഫാൻ എന്ന കീടനാശിനി ഉപയോഗിച്ചിരുന്നു. ഇത് ലോക്കൽ പോപ്പുലേഷന് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. കാസർഗോഡ് ജില്ലയിൽ ആരോഗ്യ പ്രശ്നത്തെ എൻഡോസൾഫാൻ തളിക്കുന്നതുമായുള്ള ബന്ധം പഠനങ്ങൾ കണ്ടെത്തി. 2010 നവംബറിൽ കേരളം എൻഡോസൾഫാൻ നിരോധിച്ചു. Pesticide and contaminant runoff into surface and groundwater also poses a significant threat to aquatic system. പെസ്റ്റിസൈഡ്സും മാലിന്യങ്ങളും ഉപരിതലത്തിലേക്കും ഗ്രൗണ്ട് വാട്ടറിലേക്കും റൺ ഓഫ് ചെയ്യുമ്പോൾ അത് ജല ആവാസ വ്യവസ്ഥയ്ക്ക് കാര്യമായ ഭീഷണി ഉയർത്തുന്നു. ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. മോണോകൾച്ചർ പ്ലാന്റേഷൻസ് consists of a single crop variety with no genetic variation. While highly productive, they are considered ecologically harmful and unsustainable. മോണോകൾച്ചർ പ്ലാന്റേഷൻസിൽ ജനറ്റിക് വേരിയേഷൻ ഇല്ലാത്ത സിംഗിൾ ക്രോപ്പ് ഇനമാണ്. ഉയർന്ന ഉൽപാദനക്ഷമതയുള്ളപ്പോൾ അവ ഇക്കോളജിക്കലി ഹാംഫുള്ളും അൺസസ്റ്റൈനബിളുമായി കണക്കാക്കപ്പെടുന്നു. These systems provide limited habitats and support few species. Deforestation for monocultures destroys wildlife diversity. ഈ സിസ്റ്റംസ് ലിമിറ്റഡ് ആയിട്ടുള്ള ഹാബിറ്റാറ്റ്സ് നൽകുകയും ചില സ്പീഷീസിനെ സപ്പോർട്ടും ചെയ്യുന്നു. മോണോകൾച്ചേഴ്സിന് വേണ്ടി വനനശീകരണം വൈൽഡ് ലൈഫ് ഡൈവേഴ്സിറ്റിയെ നശിപ്പിക്കുന്നു. For instance, research in Malaysia found 75 mammal species in primary forest but fewer than 20 in oil palm or rubber plantations. In Australia, eucalyptus plantations risk genetic contamination of native forest through pollen distribution. മലേഷ്യയിലെ ഗവേഷണം പ്രൈമറി ഫോറസ്റ്റിൽ 75 മാമൽ സ്പീഷീസിനെ കണ്ടെത്തി. എന്നാൽ ഓയിൽ പാം അല്ലെങ്കിൽ റബ്ബർ പ്ലാന്റേഷൻസിൽ 20-ൽ താഴെ മാത്രമാണ് കണ്ടെത്തിയത്. ഓസ്ട്രേലിയയിൽ യൂക്കാലിപ്റ്റസ് പ്ലാന്റേഷൻ പോളൻ ഡിസ്ട്രിബ്യൂഷൻ വഴി നേറ്റീവ് ഫോറസ്റ്റിലെ ജനറ്റിക് കണ്ടാമിനേഷന് സാധ്യതയുണ്ട്. By 2015, an additional billion hectares of agricultural land will be needed to feed the growing population, largely at the expense of tropical natural habitats. This will fragment and degrade these habitats, disrupting essential interactions among plants, animals, and microbes, ultimately harming biodiversity. 2050ഓടെ വർദ്ധിച്ചു വരുന്ന പോപ്പുലേഷനെ ഫീഡ് ചെയ്യാൻ അധികമായി 1 ബില്യൺ ഹെക്ടേഴ്സ് കൃഷിഭൂമി ആവശ്യമായി വരും, പ്രധാനമായും ട്രോപ്പിക്കൽ നാച്ചുറൽ ഹാബിറ്റാറ്റ്സിൻ്റെ ചിലവിൽ. ഇത് ഈ ആവാസ വ്യവസ്ഥകളെ ശിഥിലമാക്കുകയും നശിപ്പിക്കുകയും പ്ലാന്റ്സ്, ആനിമൽസ്, മൈക്രോബ്സ് എന്നിവയ്ക്കിടയിലുള്ള എസെൻഷ്യൽ ഇൻട്രാക്ഷൻസിനെ തടസ്സപ്പെടുത്തുകയും ആത്യന്തികമായി ജൈവ വൈവിധ്യത്തിന് ദോഷം വരുത്തുകയും ചെയ്യും. Impact of genetically modified crops. Genetically modified crops have DNA altered by adding genes from other organisms. ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സിന് മറ്റ് ജീവികളിൽ നിന്നുമുള്ള ജീനുകൾ ചേർത്ത് DNA-യിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. This modification aims to give the crops traits like pest resistance, drought tolerance, or herbicide resistance. കീടങ്ങളുടെ പ്രതിരോധവും വരൾച്ചയുടെ സഹിഷ്ണുതയും അല്ലെങ്കിൽ കീടനാശിനി പ്രതിരോധവും തുടങ്ങിയവ ക്രോപ്സിന് നൽകാൻ ഈ മോഡിഫിക്കേഷൻ ലക്ഷ്യമിടുന്നു. Unlike traditional breeding, which mixes genes from related plants,
GM technology can insert genes from any organism into plants using genetic engineering. റിലേറ്റഡ് പ്ലാന്റ്സിൽ നിന്നുമുള്ള ജീനുകൾ കലർത്തുന്ന ട്രഡീഷണൽ ബ്രീഡിങ്ങിൽ നിന്നും വ്യത്യാസമായി ജനറ്റിക്കലി മോഡിഫൈഡ് ടെക്നോളജിക്ക് ജനറ്റിക് എഞ്ചിനീയറിംഗ് ഉപയോഗിച്ച് ഏത് ജീവികളിൽ നിന്നുമുള്ള ജീനുകൾ പ്ലാന്റ്സിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ കഴിയും. BT technology. Transgenic technology using pesticidal genes from Bacillus thuringiensis is a key part of agricultural biotechnology. അഗ്രികൾച്ചറൽ ബയോടെക്നോളജിയുടെ പ്രധാന ഭാഗമാണ് ബാക്സിലസ് തുറിഞ്ചിയൻസിസിൽ നിന്നുമുള്ള പെസ്റ്റിസൈഡൽ ജീൻസിനെ ഉപയോഗിച്ചുള്ള ട്രാൻസ്ജനിക് ടെക്നോളജി. BT produces cry and cyt toxins that kill specific insects. These toxins are encoded by genes on BT's plasmids, with a single strain having up to 6 plasmids carrying different toxin genes. സ്പെസിഫിക് ഇൻസെക്ട്സിനെ കൊല്ലുന്ന ക്രൈ സിറ്റ് ടോക്സിൻസ് BT ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ടോക്സിൻസ് BTയുടെ പ്ലാസ്മിഡുകളിലെ ജീനുകളുമായി എൻകോഡ് ചെയ്യപ്പെടുന്നു. ഒരു സിംഗിൾ സ്ട്രെയിനിൽ ഡിഫറൻറ്റ് ടോക്സിൻ ജീനുകൾ വഹിക്കുന്ന 6 പ്ലാസ്മിഡുകൾ വരെയുണ്ട്. ഇൻ BT plants like BT cotton, the cry gene is inserted so the plant produces the toxin, which kills the insect that eat it by disrupting their gut cells. BT കോട്ടൺ പോലെയുള്ള BT പ്ലാന്റിൽ ക്രൈജീൻ ഉൾപ്പെടുന്നതിനാൽ ചെടി ടോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് ഗട്ട് സെല്ലിനെ തടസ്സപ്പെടുത്തി അതിനെ ഭക്ഷിക്കുന്ന പ്രാണികളെ കൊല്ലുന്നു. Cry genes have also been introduced into Pseudomonas fluorescens, creating a more stable biopesticide than BT sprays. സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസിലും ക്രൈ ജീനുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് BT സ്പ്രേകളേക്കാൾ സ്ഥിരതയുള്ള ബയോപെസ്റ്റിസൈഡ് ക്രിയേറ്റ് ചെയ്യുന്നു. When insects eat BT toxin, it binds to gut receptors, causing the gut to break down. The insect dies from septicemia as gut bacteria and BT spores invades its body. ഇൻസെക്ട്സ് BT ടോക്സിൻ കഴിക്കുമ്പോൾ അത് ഗട്ട് റിസപ്റ്റേഴ്സുമായി ബന്ധിപ്പിക്കുന്നു. ഇത് കുടൽ തകരാൻ കാരണമാകുന്നു. ഗട്ട് ബാക്ടീരിയയും BT സ്പോർസും ശരീരത്തെ ആക്രമിക്കുന്നതിനാൽ സ്പെറ്റിസീമിയ ബാധിച്ച് കീടങ്ങൾ മരിക്കുന്നു. In India, the only approved GM crop is BT cotton, which contains a gene from Bacillus thuringiensis var. Crustagi to kill Lepidoptera larvae. This reduces the need for chemical insecticides. ഇന്ത്യയിൽ ലെപ്ഡോപ്റ്റീറ ലാർവെ കൊല്ലുന്ന ബാസിലസ് തുറിഞ്ചിയൻസിസ് വാർ ക്രുസ്റ്റാഗിയിൽ നിന്നുമുള്ള ഒരു ജീൻ അടങ്ങിയിരിക്കുന്ന BT കോട്ടൺ ആണ് ഏക അപ്രൂവ്ഡ് GM ക്രോപ്പ്. ഇത് കെമിക്കൽ ഇൻസെക്ടിസൈഡിൻ്റെ ആവശ്യം കുറയ്ക്കുന്നു. BT spores and proteins have been used as insecticides since the 1920s and are sold under names like Dipel and Turicide. BT സ്പോർസും പ്രോട്ടീനുകളും 1920 മുതൽ ഇൻസെക്ടിസൈഡ്സ് ഉപയോഗിക്കപ്പെടുന്നു. അവ ഡൈപ്പൽ, ട്യൂറിസൈഡ് തുടങ്ങിയ പേരുകളിൽ വിൽക്കപ്പെടുന്നു. GM crops are seen as a major agricultural advancement after the Green Revolution, though there are ongoing debates about their long-term environmental impacts. GM crops ഗ്രീൻ റവല്യൂഷന് ശേഷമുള്ള ഒരു പ്രധാന അഗ്രികൾച്ചർ അഡ്വാൻസ്മെൻ്റായി കണക്കാക്കപ്പെടുന്നു. എന്നിരുന്നാലും അവയുടെ ലോങ് ടേം എൻവയോൺമെൻ്റൽ ഇമ്പാക്ട്സിനെ പറ്റി ചർച്ചകൾ നടക്കുന്നുണ്ട്. എഫക്റ്റ് ഓൺ നോൺ ടാർഗറ്റ് ഓർഗാനിസംസ്. BT technology aims to make crop resistant to pests like cotton bollworms and corn borers by using BT toxin, which kills pest larvae. പെസ്റ്റ് ലാർവകളെ നശിപ്പിക്കുന്ന BT ടോക്സിൻ ഉപയോഗിച്ച് കോട്ടൺ ബോൾവർംസ്, കോൺ ബോറേഴ്സ് തുടങ്ങിയ കീടങ്ങളെ പ്രതിരോധിക്കുന്ന വിളകളാക്കാനാണ് BT ടെക്നോളജി ലക്ഷ്യമിടുന്നത്. However, studies show BT toxin also affects non-target organisms such as predators of pests, pollinators and non-target herbivores. എന്നിരുന്നാലും BT ടോക്സിൻ പ്രിഡേറ്റർ ഓഫ് പെസ്റ്റ്, പോളിനേറ്റേഴ്സ്, നോൺ ടാർഗറ്റ് ഹെർബിവോർസ് തുടങ്ങിയ നോൺ ടാർഗറ്റ് ഓർഗാനിസംസിനെയും ബാധിക്കുമെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. ചേഞ്ച് ഇൻ പ്ലാന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഡ്യൂ ടു BT technology can impact parasites and predators. Variation in plant chemicals may make prey less palatable.
BT ടെക്നോളജിയുടെ ഫലമായി ചെടിയുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ പാരസൈറ്റ്സ്, പ്രിഡേറ്റേഴ്സ് എന്നിവയെ ബാധിക്കും. പ്ലാന്റ് കെമിക്കൽസിലെ വേരിയേഷൻസ് ഇരയെ കുറച്ചുകൂടി രുചികരമാക്കിയേക്കും. As BT crops reduce pest populations, the populations of their natural enemies also decline. Both target and non-target species of Lepidoptera and Coleoptera are susceptible to BT toxin. BT ക്രോപ്സ് കീടങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നതിനാൽ അവയുടെ നാച്ചുറൽ എനിമീസിൻ്റെ എണ്ണവും കുറയ്ക്കുന്നു. ലെപ്പിഡോപ്റ്റീറ, കീലിയോപ്റ്റീറ എന്നീ ടാർഗറ്റ് സ്പീഷീസുകളും നോൺ ടാർഗറ്റ് സ്പീഷീസുകളും BT ടോക്സിൻ വിധേയമാണ്. ഫോർ എക്സാമ്പിൾ, monarch butterfly caterpillars can die from eating foliage contaminated with BT corn pollen. monarch butterfly caterpillars BT കോണിൻ്റെ പോളനിൽ മലിനമായ ഫോളിയേജ് കഴിക്കുന്നത് മൂലം മരിക്കുന്നു. Transfer of novel genes to weeds or wild plants. In nature, genes can move between plants of the same or related species. പ്രകൃതിയിൽ ജീൻസിന് സെയിം അല്ലെങ്കിൽ റിലേറ്റഡ് സ്പീഷീസുകൾക്കിടയിൽ സഞ്ചരിക്കാൻ കഴിയും. Studies show that genes introduced into crops can mix with related weed species. If pest-resistant genes transfer to weeds, these weeds can become more invasive. ക്രോപ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ജീനുകൾക്ക് റിലേറ്റഡ് വൈഡ് സ്പീഷീസുമായി കൂടിച്ചേരാൻ കഴിയുമെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. പെസ്റ്റ് റെസിസ്റ്റൻറ്റ് ജീൻസ് വീഡ്സിലേക്ക് മാറ്റുകയാണെങ്കിൽ ഈ വീഡ്സ് കൂടുതൽ അപകടകാരികളാവും. Transgenic plants can spread new traits like insects or herbicide resistance to wild crops. This has led to superweeds that can be killed by certain herbicides. ട്രാൻസ്ജനിക് പ്ലാന്റ്സിന് ഇൻസെക്റ്റ് അല്ലെങ്കിൽ ഹെർബിസൈഡ് റെസിസ്റ്റൻസ് പോലെയുള്ള പുതിയ സ്വഭാവ വിശേഷണങ്ങൾ വൈൽഡ് ക്രോപ്സിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിയും. ഇത് ചില കളനാശിനികളാൽ നശിപ്പിക്കാൻ കഴിയാത്ത സൂപ്പർ വീഡ്സിലേക്ക് നയിച്ചു. A well-known example is the resistance to glyphosate, a common herbicide. ഒരു കോമൺ ഹെർബിസൈഡ് ആയിരുന്ന ഗ്ലൈഫോസ്ഫേറ്റിൻ്റെ പ്രതിരോധമാണ് അറിയപ്പെടുന്ന ഉദാഹരണം. In the 1990s, Monsanto created Roundup Ready seeds which were engineered to withstand glyphosate. As farmers widely used these seeds, glyphosate-resistant genes spread to weeds, resulting in superweeds. 1990കളിൽ മോൺസാൻറ്റോ ഗ്ലൈഫോസ്ഫേറ്റ് ചെറുക്കാൻ എഞ്ചിനീയറിംഗ് ചെയ്ത റൗണ്ടപ്പ് റെഡി സീഡ്സ് സൃഷ്ടിച്ചു. ഫാർമേഴ്സ് ഈ സീഡ്സ് വ്യാപകമായി ഉപയോഗിച്ചതിനാൽ ഗ്ലൈഫോസ്ഫേറ്റ് റെസിസ്റ്റൻറ്റ് ജീൻസ് വീഡ്സിലേക്ക് വ്യാപിക്കുകയും സൂപ്പർ വീഡുകൾ ഉണ്ടാവുകയും ചെയ്തു. റിലീസ് ഓഫ് ഇൻസെക്ടിസൈഡൽ ടോക്സിൻസ് ടു സോയിൽ. BT toxins can enter the soil from crop residues and root exudates of BT crops. These toxins can persist in the soil for several days. BT ക്രോപ്സിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്നും വേരുപടലങ്ങളിൽ നിന്നും BT ടോക്സിൻസ് മണ്ണിൽ പ്രവേശിക്കും. ഈ ടോക്സിൻസ് ദിവസങ്ങളോളം മണ്ണിൽ നിലനിൽക്കും. Their binding to clay and humus particles makes them harder for soil microorganisms to degrade, which may increase their persistence and affect soil organisms. കളിമണ്ണ്, ഹ്യൂമസ് പാർട്ടിക്കിൾസ് എന്നിവയുമായി ബന്ധിപ്പിക്കുന്നത് സോയിൽ ഓർഗാനിസംസിന് നശിക്കാൻ പ്രയാസമുണ്ടാക്കുന്നു. ഇത് അവയുടെ സ്ഥിരത വർദ്ധിപ്പിക്കുകയും മണ്ണിലെ ഓർഗാനിസംസിനെ ബാധിക്കുകയും ചെയ്യും. Development of resistance to BT toxin in pest. Pest can develop resistance to pesticides over time, including those produced by the bacteria Bacillus thuringiensis. This has been seen both in the field and in labs, with pests adapting to BT toxins in genetically modified crops. കീടങ്ങൾക്ക് കാലക്രമേണ BT എന്ന ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന പെസ്റ്റിസൈഡ്സിനോടുള്ള പ്രതിരോധം വളർത്തിയെടുക്കാൻ കഴിയും. ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ക്രോപ്സിലെ കീടങ്ങൾ BT ടോക്സിനുമായി പൊരുത്തപ്പെടുന്നതിനാൽ ഫീൽഡ്സിലും ലാബിലും ഇത് കാണപ്പെടുന്നു. There is a concern that widespread use of BT crops
might lead to resistance in pests, making these crops less effective in the long run. BT ക്രോപ്സിൻ്റെ വ്യാപകമായ ഉപയോഗം കീടങ്ങളെ പ്രതിരോധിക്കാൻ ഇടയാക്കുമെന്ന ആശങ്കയുണ്ട്. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ വിളകളെ ഫലപ്രദമാക്കില്ല. ഇമ്പാക്റ്റ് ഓഫ് GM crops on local biodiversity and the ecosystem. Maintaining genetic diversity is crucial for the environment and agriculture because it helps organisms adapt to changing conditions. ജനറ്റിക് ഡൈവേഴ്സിറ്റി നിലനിർത്തുന്നത് എൻവയോൺമെൻറ്റിനും അഗ്രികൾച്ചറിനും അത്യന്താപേക്ഷിതമാണ്. കാരണം അത് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ ജീവികളെ സഹായിക്കുന്നു. The introduction of GM crops raises concerns about maintaining this diversity. Breeding programs may focus on fewer high-value GM cultivars, reducing crop density. ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ ഈ ഡൈവേഴ്സിറ്റി നിലനിർത്തുന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നു. ബ്രീഡിംഗ് പ്രോഗ്രാംസ് കുറച്ച് ഉയർന്ന മൂല്യമുള്ള GM ക്രോപ്സിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചേക്കാം. ഇത് ക്രോപ്പ് ഡൈവേഴ്സിറ്റിയെ കുറയ്ക്കുന്നു. Additionally, gene flow between GM crops and wild relatives through cross-pollination could introduce modified genes into wild populations. കൂടാതെ ക്രോസ് പോളിനേഷനിലൂടെ GM ക്രോപ്സിനും വൈൽഡ് റിലേറ്റീവിനും ഇടയിലുള്ള ജീൻ ഫ്ലോ മോഡിഫൈഡ് ജീൻസിനെ വൈൽഡ് പോപ്പുലേഷനിലേക്ക് കൊണ്ടുവരും. If these genes give hybrids a reproductive advantage, the hybrids could dominate, reducing wild species genetic diversity. ഈ ജീൻസ് ഹൈബ്രിഡ്സിന് റീപ്രൊഡക്റ്റീവ് അഡ്വാൻറ്റേജ് നൽകുകയാണെങ്കിൽ ഹൈബ്രിഡ്സ് ഡോമിനേറ്റ് ചെയ്യുകയും വൈൽഡ് സ്പീഷീസിൻ്റെ ജനറ്റിക് ഡൈവേഴ്സിറ്റി കുറയ്ക്കുകയും ചെയ്യും. GM crops also affect local animal populations. For instance, BT crops suppress pest populations which can be decreased over time. This reduction in pest can impact animals higher up the food chain like birds that feed on these pests, potentially altering local biodiversity. GM crops ലോക്കൽ ആനിമൽസിനെ ബാധിക്കുന്നു. BT വിളകൾ കീടങ്ങളെ അടിച്ചമർത്തുന്നു. ഇത് കാലക്രമേണ കുറയുന്നു. കീടങ്ങളുടെ കുറവ് ഈ കീടങ്ങളെ ഭക്ഷിക്കുന്ന പക്ഷികളെ പോലെയുള്ള ഫുഡ് ചെയിനിന് മുകളിലുള്ള മൃഗങ്ങളെ ബാധിക്കുകയും ലോക്കൽ ബയോഡൈവേഴ്സിറ്റിയെ മാറ്റുകയും ചെയ്യും. ഇമ്പാക്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റൽ പ്രോജക്ട്സ്. Development is reflected in the growth and improvement of a nation's physical, economic, social, environmental, and demographic aspects, enhancing the quality of life. ഒരു രാജ്യത്തിൻ്റെ ഭൗതിക, സാമ്പത്തിക, സാമൂഹിക, പാരിസ്ഥിതിക, ജനസംഖ്യാപരമായ വശങ്ങളുടെ വളർച്ചയിലും പുരോഗതിയിലും ജീവിത നിലവാരം ഉയർത്തുന്നതിലും ഡെവലപ്മെൻറ്റ് പ്രതിഫലിക്കുന്നു. It fosters local income and employment opportunities while preserving environmental resources. Development often combines natural resources, capital, and labor effectively. ഇത് എൻവയോൺമെൻറ്റൽ റിസോഴ്സിനെ സംരക്ഷിക്കുന്നതിനോടൊപ്പം ലോക്കൽ ഇൻകവും തൊഴിലവസരങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നു. ഡെവലപ്മെൻറ്റ് പലപ്പോഴും നാച്ചുറൽ റിസോഴ്സസ്, ക്യാപിറ്റൽ, ലേബർ എന്നിവയെ ഫലപ്രദമായി സംയോജിപ്പിക്കുന്നു. The Industrial Revolution, starting in the 18th century Britain, transformed economies but also led to excessive resource consumption, pollution, global warming, and environmental damage. This prompted a focus on sustainability and sustainable development. 18ാം നൂറ്റാണ്ടിൽ ബ്രിട്ടനിൽ ആരംഭിച്ച ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സമ്പദ് വ്യവസ്ഥയെ മാറ്റിമറിച്ചു. മാത്രമല്ല, അമിതമായ റിസോഴ്സ് കൺസംഷൻ, പൊല്യൂഷൻ, ഗ്ലോബൽ വാർമിംഗ്, എൻവയോൺമെൻറ്റൽ ഡാമേജ് എന്നിവയിലേക്കും നയിച്ചു. ഇത് സസ്റ്റൈനബിലിറ്റിയിലും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രേരിപ്പിച്ചു. In 1983, the UN established the Brundtland Commission to find ways to protect the environment and natural resources while promoting economic growth. 1983 എക്കണോമിക് ഗ്രോത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം പരിസ്ഥിതിക്കും നാച്ചുറൽ റിസോഴ്സസിനും സംരക്ഷിക്കുന്നതിനായി
വഴികൾ കണ്ടെത്തുവാൻ UN ബ്രോഡ്ലാൻഡ് കമ്മീഷൻ സ്ഥാപിച്ചു. Developmental projects like dams, hydroelectric projects, and thermal power plants generally impact the environment in several ways. ഡാമുകൾ, ജലവൈദ്യുത പദ്ധതികൾ, താപവൈദ്യുത നിലയങ്ങൾ തുടങ്ങിയ വികസന പദ്ധതികൾ പൊതുവെ പരിസ്ഥിതിയെ പലതരത്തിൽ സ്വാധീനിക്കുന്നു. കൺസ്ട്രക്ഷൻ ഓഫ് ഡാംസ് ആൻഡ് ഹൈഡ്രോഇലക്ട്രിക് പ്രോജക്ട്സ്. Pro-development activists see big dams for irrigation, drinking water, or hydropower as beneficial. However, these projects also have significant environmental impacts. ഇറിഗേഷനും കുടിവെള്ളത്തിനും ഹൈഡ്രോ പവറിനും വേണ്ടിയുള്ള വലിയ അണക്കെട്ടുകൾ പ്രയോജനകരമാണെന്ന് പ്രീ ഡെവലപ്മെൻറ്റ് പ്രവർത്തകർ കാണുന്നു. എന്നിരുന്നാലും ഈ പദ്ധതികൾക്ക് കാര്യമായ എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്സുമുണ്ട്. Globally, reservoirs can hold around 6,000 cubic kilometers of water, more than 3 times the volume of all the world's rivers. ആഗോളതലത്തിൽ റിസർവോയേഴ്സിന് ഏകദേശം 6,000 ക്യൂബിക് കിലോമീറ്റർ വെള്ളം ഉൾക്കൊള്ളാൻ കഴിയും. ഇത് ലോകത്തിലെ എല്ലാ നദികളേക്കാളും 3 ഇരട്ടിയിലധികമാണ്. Building large dams changes geological and geophysical conditions, leading to significant biological, hydrological, microclimatic, seismological and socio-cultural changes. വലിയ ഡാമുകൾ നിർമ്മിക്കുന്നത് ജിയോളജിക്കലും ജിയോഫിസിക്കലുമായ അവസ്ഥകളെ മാറ്റുന്നു. ഇത് ജൈവ, ജലശാസ്ത്ര, മൈക്രോ ക്ലൈമറ്റിക്, ഭൂകമ്പശാസ്ത്ര, സാമൂഹിക, സാംസ്കാരിക മാറ്റങ്ങളിലേക്ക് നയിക്കുന്നു. Additionally, these projects cause substantial loss of agricultural land. കൂടാതെ ഈ പദ്ധതികൾ അഗ്രികൾച്ചർ ലാൻഡിൻ്റെ ഗണ്യമായ നഷ്ടം ഉണ്ടാക്കുന്നു. Opponents suggest small dams as alternatives, but defining the difference between large and small dams can be challenging. ഓപ്പണൻസ് ചെറിയ അണക്കെട്ടുകൾ ഓൾട്ടർനേറ്റീവായി നിർദ്ദേശിക്കുന്നു. എന്നാൽ വലുതും ചെറുതുമായ ഡാമുകൾ തമ്മിലുള്ള വ്യത്യാസം ഡിഫൈൻ ചെയ്യുന്നത് വെല്ലുവിളി നിറഞ്ഞതാണ്. 100-meter dam in a deep valley might have less ecological impact than a 15-meter dam in a densely populated area. ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയ പ്രദേശത്ത് 15 മീറ്റർ അണക്കെട്ടിനേക്കാൾ കുറഞ്ഞ ഇക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഡീപ്പ് വാലിയിലെ 100 മീറ്റർ അണക്കെട്ടിന് ഉണ്ടാവും. ഹൈഡ്രോളജിക്കൽ ആൻഡ് ജിയോളജിക്കൽ പ്രോബ്ലംസ്. Rapid and frequent changes in the river's water level and the underground water table cause drastic shifts in pore water pressure. This can trigger landslides and mass movements, especially in the area with active flows and thrust. നദിയുടെ ജലനിരപ്പിനും അണ്ടർഗ്രൗണ്ട് വാട്ടർ ടേബിളിലുമുള്ള റാപ്പിഡും ഫ്രീക്വൻറ്റുമായ മാറ്റങ്ങളും പോർ വാട്ടർ പ്രഷറിൽ ഗുരുതരമായ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു. ഇത് മണ്ണിടിച്ചിലുകൾക്കും മാസ് മൊമെൻറ്റ്സിനും കാരണമാകുന്നു, പ്രത്യേകിച്ച് സജീവമായ തകരാറുകളും ത്രസ്റ്റുകളും ഉള്ള പ്രദേശങ്ങളിൽ. Additionally, increased erosion in the catchment areas result in more sediment in the river and greater accumulation in the reservoir. കൂടാതെ കാച്ച്മെൻറ്റ് ഏരിയയുടെ വർദ്ധിച്ച മണ്ണൊലിപ്പ് നദിയിൽ കൂടുതൽ അവശിഷ്ടത്തിനും റിസർവോയറിൽ കൂടുതൽ അടിഞ്ഞുകൂടുന്നതിനും കാരണമാക്കുന്നു. ബയോളജിക്കൽ ഇംപ്ലിക്കേഷൻസ്. When a river is turned into a lake, plants and animals that need flowing water struggle with the stagnant conditions. In downstreams, water quality and quantity drop, harming the aquatic ecosystem. ഒരു നദി തടാകമായി മാറുമ്പോൾ ഒഴുകുന്ന വെള്ളം ആവശ്യമുള്ള പ്ലാന്റ്സും ആനിമൽസും നിശ്ചലമായ അവസ്ഥകളുമായി പൊരുതുന്നു. ഡൗൺ സ്ട്രീമിൽ ജലത്തിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കുറയുന്നു. ഇത് ജല ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കും. Deforestation at construction sites and catchment areas cause environmental damage. For example, slit buildup harms animals needing clean water and surfaces, impacting the stream community. കൺസ്ട്രക്ഷൻ സൈറ്റ്സിലും കാച്ച്മെൻറ്റ് ഏരിയാസിലും ഡീഫോറസ്റ്റേഷൻ എൻവയോൺമെൻറ്റൽ ഡാമേജിന് കാരണമാക്കുന്നു. ചെളി അടിഞ്ഞുകൂടുന്നത് ശുദ്ധമായ വെള്ളവും ഉപരിതലവും ആവശ്യമുള്ള മൃഗങ്ങളെ ദോഷകരമാക്കുകയും സ്ട്രീം കമ്മ്യൂണിറ്റിയെ ബാധിക്കുകയും ചെയ്യും.
Flooding from dams destroys large forest areas, eliminating habitats and disrupting migration routes of animals like elephants, reducing biodiversity in river, riparian, and floodplain areas. ഡാമുകളിൽ നിന്നുമുള്ള വെള്ളപ്പൊക്കം വലിയ ഫോറസ്റ്റ് ഏരിയാസ് നശിപ്പിക്കുന്നു, ഹാബിറ്റാറ്റ് ഇല്ലാതാക്കുന്നു, മൃഗങ്ങളുടെ മൈഗ്രേഷൻ റൂട്ട്സ് തടസ്സപ്പെടുത്തുന്നു. നദീതീരങ്ങൾ, വെള്ളപ്പൊക്ക പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ബയോഡൈവേഴ്സിറ്റി കുറയ്ക്കുന്നു. ഹൈഡ്രോ പവർ ഡാംസ് ബ്ലോക്ക് ഫിഷ് മൈഗ്രേഷൻസ്, റെഡ്യൂസിംഗ് ഫിഷ് പോപ്പുലേഷൻസ് ആൻഡ് ഹാമിംഗ് റിവർ എക്കോസിസ്റ്റം ആൻഡ് ഹ്യൂമൻ ഫുഡ് സപ്ലൈസ്. Fish ladders often aren't sufficient for large migrations. ഹൈഡ്രോ പവർ ഡാമുകൾ മത്സ്യങ്ങളുടെ മൈഗ്രേഷൻ തടയുകയും അവരുടെ എണ്ണം കുറയ്ക്കുകയും റിവർ ഇക്കോസിസ്റ്റത്തിനെയും ഹ്യൂമൻ ഫുഡ് സപ്ലൈസിനെയും ദോഷകരമാക്കും. വലിയ മൈഗ്രേഷൻസിന് ഫിഷ് ലാഡേഴ്സ് പര്യാപ്തമല്ല. While hydropower doesn't burn fossil fuels or emit greenhouse gases directly, reservoirs from dammed rivers release greenhouse gases like carbon dioxide and methane as organic material decays. Reservoir induced seismicity. When lakes fill up with water, it adds pressure on the ground below, especially on existing floors in earth crust. This pressure binds up gradually over years until it suddenly releases, causing an earthquake. തടാകങ്ങളിൽ വെള്ളം നിറയുമ്പോൾ അത് താഴെയുള്ള ഭൂമിയിൽ സമ്മർദ്ദം കൂട്ടുന്നു, പ്രത്യേകിച്ച് ഭൂമിയുടെ ക്രസ്റ്റിൽ നിലവിലുള്ള തകരാറുകളിൽ. ഈ പ്രഷർ വർഷങ്ങളായി ഗ്രാജ്വലി വർദ്ധിക്കുകയും അത് പെട്ടെന്ന് പുറത്തു വരികയും ഭൂകമ്പത്തിന് കാരണമാക്കുകയും ചെയ്യും. Studies from various reservoir sites worldwide confirm that this phenomenon known as reservoir-induced seismicity occurs even in areas not prone to earthquakes, like Koyna in Maharashtra, India. റിസർവോയർ ഇൻഡ്യൂസ്ഡ് സെസ്മിസിറ്റി എന്നറിയപ്പെടുന്ന ഈ പ്രതിഭാസം ഇന്ത്യയിലെ മഹാരാഷ്ട്രയിലെ കൊയ്ന പോലെ ഭൂകമ്പ സാധ്യതകളില്ലാത്ത പ്രദേശങ്ങളിൽ പോലും സംഭവിക്കുന്നതായി ലോകമെമ്പാടുമുള്ള വിവിധ റിസർവോയർ സൈറ്റുകളിൽ നിന്നുമുള്ള പഠനങ്ങൾ സ്ഥിരീകരിക്കുന്നു. സോഷ്യൽ പ്രോബ്ലംസ്. Eviting residents, especially tribal communities closely connected to forest, from catchment areas raises serious human rights and social justice issues. This marginalization and oppression threaten tribal cultures, particularly due to construction of large dams. കാച്ച്മെൻ്റ് ഏരിയയിൽ നിന്നും താമസക്കാരെ, പ്രത്യേകിച്ച് വനങ്ങളുമായി അടുത്ത ബന്ധമുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ പുറത്താക്കുന്നത് ഗുരുതരമായ ഹ്യൂമൻ റൈറ്റ്സ്, സോഷ്യൽ ജസ്റ്റിസ് പ്രശ്നങ്ങൾ ഉയർത്തുന്നു. ഈ പാർശ്വവൽക്കരണവും അടിച്ചമർത്തലും ആദിവാസി സംസ്കാരങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു, പ്രത്യേകിച്ച് വലിയ ഡാമുകളുടെ നിർമ്മാണം കാരണം. Mass movements like the Narmada Bachao Andolan, led by environmentalist Baba Amte and Medha Patkar, have protested these projects due to their severe social and environmental impacts. എൻവയോൺമെൻറ്റിസ്റ്റുകളായ ബാബ ആംതെ, മേധ പട്കർ എന്നിവരുടെ നേതൃത്വത്തിൽ നർമ്മദ ബച്ചാവോ ആന്തോളൻ പോലുള്ള മാസ് മൂവ്മെൻറ്റ് ഈ പദ്ധതികളുടെ ഗുരുതരമായ സോഷ്യലും എൻവയോൺമെൻറ്റലുമായ ഇമ്പാക്ട്സ് കാരണം പ്രതിഷേധിച്ചിട്ടുണ്ട്. Considering the ecological, social and economic cost, environmental experts recommend building small dams instead of large ones. പാരിസ്ഥിതികവും സാമൂഹികവും സാമ്പത്തികവുമായ ചിലവുകൾ കണക്കിലെടുക്കുമ്പോൾ വലിയ ഡാമുകൾക്ക് പകരം ചെറിയ ഡാമുകൾ നിർമ്മിക്കുവാൻ എൻവയോൺമെൻറ്റൽ എക്സ്പേർട്സ് ശുപാർശ ചെയ്യുന്നു. Small dams are more environmentally friendly and cause less disruption, including fewer emissions. They cost less, provide similar benefits, and are less harmful to the environment, croplands, and human habitats. ചെറിയ ഡാമുകൾ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലിയും കുടിയൊഴിപ്പിക്കൽ ഉൾപ്പെടെയുള്ള തടസ്സങ്ങൾ കുറയ്ക്കുന്നു. അവയ്ക്ക് ചിലവ് കുറവാണ്, സാമാന്യമായ ആനുകൂല്യങ്ങൾ നൽകുന്നു. എൻവയോൺമെൻറ്റ്, ക്രോപ്ലാൻഡ്സ്, ഹ്യൂമൻ ഹാബിറ്റാറ്റ്സ് എന്നിവയ്ക്ക് അധികം ദോഷകരമല്ല. In China, about 1 lakh small hydropower projects generate nearly a third of its hydropower.
ചൈനയിൽ ഏകദേശം 1,00,000-ൽ പരം ചെറിയ ഹൈഡ്രോ പവർ പ്രോജക്ട്സ് അതിൻ്റെ ഹൈഡ്രോ പവർ മൂന്നിലൊന്ന് ഉൽപ്പാദിപ്പിക്കുന്നു. അഡ്വാൻറ്റേജസ് ഓഫ് സ്മോൾ ഡാംസ് ഓവർ ബിഗ് ഡാംസ്: require less investment, making them feasible for local bodies or NGOs. കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്, അത് ലോക്കൽ ബോഡീസിനോ NGOസിനോ പ്രാവർത്തികമാക്കുന്നു. കോസ് ഫ്യൂവർ ഇക്കോളജിക്കൽ പ്രോബ്ലംസ്: കുറച്ച് ഇക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നു. ഓഫർ മോർ ഡയറക്റ്റ് ബെനിഫിറ്റ്സ് ടു ലോക്കൽ കമ്മ്യൂണിറ്റീസ്: ലോക്കൽ കമ്മ്യൂണിറ്റീസിന് കൂടുതൽ നേരിട്ടുള്ള വാഗ്ദാനം നൽകുന്നു. ഡെലിവർ പവർ വിത്ത് മിനിമൽ ട്രാൻസ്മിഷൻ ലോസ് ടു നിയർ ബൈ വില്ലേജസ്: അടുത്തുള്ള വില്ലേജിലേക്ക് കുറഞ്ഞ ട്രാൻസ്മിഷൻ ലോസിൽ വൈദ്യുതി എത്തിക്കുന്നു. റിസൾട്ട് ഇൻ ഫ്യൂവർ സോഷ്യൽ ഇഷ്യൂസ് ലൈക്ക് റെസിഡൻഷ്യൽ ഏരിയ സബ്മർജൻസ് ആൻഡ് എവിഷൻസ്: റെസിഡൻഷ്യൽ ഏരിയ സബ്മർജൻസ്, കുടിയൊഴിപ്പിക്കൽ തുടങ്ങിയ സാമൂഹിക പ്രശ്നങ്ങൾ കുറയ്ക്കുന്നു. കൺസ്ട്രക്ഷൻ ഓഫ് തെർമൽ പവർ പ്ലാന്റ്സ്: തെർമൽ പവർ പ്ലാന്റ്സ് ജനറേറ്റ് electricity by using thermal energy from burning fuels like coal, lignite, naphtha, diesel and through nuclear fission. കോൾ, ലിഗ്നൈറ്റ്, നാഫ്ത, ഡീസൽ തുടങ്ങിയ ഫ്യൂവൽസിൽ നിന്ന് തെർമൽ എനർജി ഉപയോഗിച്ചും ന്യൂക്ലിയർ ഫിഷൻ വഴിയും തെർമൽ പവർ പ്ലാന്റ്സ് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നു. ഇൻ ഇന്ത്യ, കോൾ ഈസ് widely used due to its abundance. The process involves heating water to produce steam, which spins a turbine connected to an electrical generator. The steam is then condensed and reused. ഇന്ത്യയിൽ കോൾ സമൃദ്ധമായതിനാൽ വ്യാപകമായി ഉപയോഗിക്കുന്നു. ഈ പ്രോസസ്സിൽ നീരാവി ഉൽപ്പാദിപ്പിക്കുന്നതിനായി വെള്ളം ചൂടാക്കുന്നത് ഉൾപ്പെടുന്നു. ഇത് ഒരു ഇലക്ട്രിക്കൽ ജനറേറ്ററുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ടർബൈൻ കറക്കുന്നു, പിന്നീട് ആവി കണ്ടൻസ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കുന്നു. ദി വിന്ധ്യാചൽ തെർമൽ പവർ സ്റ്റേഷൻ ഇൻ മധ്യപ്രദേശ് ഈസ് ദ ലാർജസ്റ്റ് ഇൻ ഇന്ത്യ വിത്ത് എ കപ്പാസിറ്റി ഓഫ് 4,716 മെഗാവാട്ട്. It is coal-based and operated by NTPC. 4,760 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള മധ്യപ്രദേശിലെ വിന്ധ്യാചൽ തെർമൽ പവർ സ്റ്റേഷനാണ് ഇന്ത്യയിലെ ഏറ്റവും വലുത്. അത് NTPCയുടെ കീഴിലാണ്. കോൾ ബേസ്ഡ് ആയ തെർമൽ പവർ പ്ലാന്റ് ആണ് അത്. Another example is the Rajiv Gandhi Combined Cycle Power Plant in Kerala, which uses naphtha as fuel. നാഫ്ത ഫ്യൂവലായി യൂസ് ചെയ്യുന്ന കേരളത്തിലെ രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്ലാന്റ് മറ്റൊരു എക്സാമ്പിൾ ആണ്. However, thermal power plants can have significant environmental impacts affecting air, water, soil and wildlife during both construction and operation. എന്നിരുന്നാലും തെർമൽ പവർ പ്ലാന്റ്സ് കാര്യമായ എൻവയോൺമെൻ്റൽ ഇമ്പാക്ട്സ് ഉണ്ടാക്കും. നിർമ്മാണത്തിലും പ്രവർത്തനത്തിലും വായു, ജലം, മണ്ണ്, വന്യജീവി എന്നിവയെ ബാധിക്കുന്നു. ഇമ്പാക്റ്റ് ഓൺ എയർ: തെർമൽ പവർ പ്ലാന്റ്സ് റിലീസ് എ സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട് ഓഫ് ഗ്രീൻഹൗസ് ഗ്യാസസ് ആൻഡ് ആഷ് ഫ്രം ബേണിംഗ് ഫോസിൽ ഫ്യൂവൽസ്. തെർമൽ പവർ പ്ലാന്റ്സ് ഫോസിൽ ഫ്യൂവൽസ് കത്തിക്കുന്നതിൽ നിന്ന് ഗണ്യമായ അളവിൽ ഗ്രീൻഹൗസ് ഗ്യാസസും ആഷും പുറത്തുവിടുന്നു. ആഷ്, particularly fly ash from coal-fired plants, contains toxic chemicals like arsenic, barium, cadmium, nickel and lead. ആഷ്, പ്രത്യേകിച്ച് കോൾ കൊണ്ടുള്ള സസ്യങ്ങളിൽ നിന്നുമുള്ള ഫ്ലൈ ആഷ്, ആർസെനിക്, ബേരിയം, കാഡ്മിയം, നിക്കൽ ആൻഡ് ലെഡ് തുടങ്ങിയ ടോക്സിക് കെമിക്കൽ അടങ്ങിയിട്ടുണ്ട്. The main gas emitted is carbon dioxide, which greatly contributes to global carbon dioxide levels. Another significant gas, sulfur dioxide, leads to acid rain, harming vegetation and aquatic life. പുറന്തള്ളപ്പെടുന്ന പ്രധാന വാതകം കാർബൺ ഡയോക്സൈഡ് ആണ്. ഇത് ആഗോള കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. മറ്റൊരു പ്രധാന വാതകമായ സൾഫർ ഡയോക്സൈഡ് ആസിഡ് റെയിനിലേക്ക് നയിക്കുന്നു. വെജിറ്റേഷൻ, അക്വാട്ടിക് ലൈഫിനും ദോഷം ചെയ്യുന്നു. Nitric oxides and volatile organic compounds released by these plants contribute to ozone formation, which is harmful to respiratory health and environment. ഈ പ്ലാന്റ്സ് പുറത്തുവിടുന്ന നൈട്രിക് ഓക്സൈഡുകളും വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സുകളും ഓസോൺ ഫോർമേഷന് കാരണമാക്കുന്നു. ഇത് റെസ്പിറേറ്ററി ഹെൽത്തിനും എൻവയോൺമെൻറ്റിനും ഹാനികരമാണ്. In India, many thermal power plants lack systems for automatic dry
Ash collection. As a result, both fly ash and bottom ash are often mixed with water and discharged as slurry into ash ponds, causing significant environmental pollution. ഇന്ത്യയിൽ പല തെർമൽ പവർ പ്ലാന്റ്സിലും ഓട്ടോമാറ്റിക് ഡ്രൈ ആഷ് ശേഖരിക്കാനുള്ള സംവിധാനമില്ല. തൽഫലമായി ഫ്ലൈ ആഷും ബോട്ടം ആഷും പലപ്പോഴും വെള്ളത്തിൽ കലർത്തി ആഷ് പോൺസിലേക്ക് സ്ലറിയായി പുറന്തള്ളപ്പെടുന്നു. ഇത് ഗണ്യമായ മലിനീകരണത്തിന് കാരണമാക്കുന്നു. ഇമ്പാക്റ്റ് ഓൺ വാട്ടർ സിസ്റ്റംസ്. പവർ പ്ലാന്റ്സ് യൂസ് ലാർജ് എമൗണ്ട്സ് ഓഫ് വാട്ടർ ഫ്രം റിവേഴ്സ്, ലേക്സ്, ഗ്രൗണ്ട് വാട്ടർ ആൻഡ് മുനിസിപ്പൽ സോഴ്സസ്. പവർ പ്ലാന്റ്സ് റിവർ, ലേക്സ്, ഗ്രൗണ്ട് വാട്ടർ, മുനിസിപ്പൽ സോഴ്സസ് എന്നിവയിൽ നിന്ന് വലിയ അളവിൽ വെള്ളം ഉപയോഗിക്കുന്നു. ഡ്യൂറിംഗ് ഓപ്പറേഷൻ, കൂളിംഗ് ടവേഴ്സ് ഹീറ്റ് അപ്പ് ദിസ് വാട്ടർ വിച്ച് ഈസ് ദെൻ ഡിസ്ചാർജ്ഡ് ബാക്ക് ഇൻ ടു നാച്ചുറൽ വാട്ടർ ബോഡീസ്. ദിസ് ഡിസ്ചാർജ് ഓഫൻ കണ്ടെയ്ൻസ് ഹീറ്റ്, ആസിഡ്സ് ഓർ സോൾട്ട്സ് വിച്ച് ക്യാൻ ഡിഗ്രേഡ് വാട്ടർ ക്വാളിറ്റി. പ്രവർത്തന സമയത്ത് കൂളിംഗ് ടവറുകൾ ഈ വെള്ളത്തെ ചൂടാക്കുന്നു. അത് വീണ്ടും സ്വാഭാവിക ജലാശയങ്ങളിലേക്ക് പുറന്തള്ളുന്നു. ഈ ഡിസ്ചാർജിൽ പലപ്പോഴും ഹീറ്റ്, ആസിഡ് അല്ലെങ്കിൽ സോൾട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് വാട്ടർ ക്വാളിറ്റി കുറയ്ക്കും. Many more plants use a once-through cooling system, where water is drawn from nearby lakes or rivers used in cooling towers and then returned to the source at high temperature. This process, known as thermal pollution, warms the water near the discharge point, potentially harming temperature-sensitive plants, fish, and microorganisms. പല പവർ പ്ലാന്റ്സും വൺസ് ത്രൂ കൂളിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നു. അവ അടുത്തുള്ള തടാകങ്ങളിൽ നിന്നോ നദികളിൽ നിന്നോ വെള്ളം വലിച്ചെടുക്കുകയും കൂളിംഗ് ടവറുകളിൽ ഉപയോഗിക്കുകയും പിന്നീട് ഹൈ ടെമ്പറേച്ചറിൽ ഉറവിടത്തിലേക്ക് മടക്കുകയും ചെയ്യുന്നു. തെർമൽ പൊല്യൂഷൻ എന്നറിയപ്പെടുന്ന ഈ പ്രോസസ്സ് ഡിസ്ചാർജ് പോയിന്റിന് അടുത്തുള്ള ജലത്തെ ചൂടാക്കുന്നു. ടെമ്പറേച്ചർ സെൻസിറ്റീവ് പ്ലാന്റ്സ്, ഫിഷ്, മൈക്രോ ഓർഗാനിസം എന്നിവയ്ക്ക് ദോഷം ചെയ്യും. It can also disrupt the chemical and physical balance of the ecosystem. എക്കോസിസ്റ്റത്തിൻ്റെ കെമിക്കലും ഫിസിക്കലുമായുള്ള ബാലൻസ് തടസ്സപ്പെടുത്താനും ഇതിന് കഴിയും. ഇമ്പാക്റ്റ് ഓൺ സോയിൽ. More than 60% of the fly ash from power plants is disposed of in landfills and ash ponds. പവർ പ്ലാന്റ്സിൽ നിന്നുള്ള ഫ്ലൈ ആഷിൻ്റെ 60%-ലധികം ലാൻഡ്ഫിൽസിലും ആഷ് പോൺസിലും സംസ്കരിക്കപ്പെടുന്നു. Fly ash has both beneficial and harmful effects on soil. It contains elements like phosphorus and calcium that are good for plant growth and can improve the soil's water holding capacity. ഫ്ലൈ ആഷ് മണ്ണിൽ ഗുണകരവും ദോഷകരവുമായ ഫലങ്ങൾ നൽകുന്നു. ഫോസ്ഫറസ്, കാൽഷ്യം തുടങ്ങിയ എലമെൻറ്റ്സ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ചെടികളുടെ വളർച്ചയ്ക്ക് നല്ലതാണ്. മണ്ണിൻ്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി മെച്ചപ്പെടുത്തുന്നു. However, fly ash in landfills can also be harmful because it contains heavy metals such as cadmium, arsenic, molybdenum, and selenium. എന്നിരുന്നാലും കാഡ്മിയം, ആർസെനിക്, മോളിബ്ഡിനം, സെലീനിയം തുടങ്ങിയ ഹെവി മെറ്റൽ അടങ്ങിയിരിക്കുന്നതിനാൽ ലാൻഡ്ഫിൽസിലെ ഫ്ലൈ ആഷ് ദോഷകരമാണ്. These metals can disrupt soil organisms and affect plant growth. They can also accumulate in food chain, posing risk to animals and humans. ഈ മെറ്റൽസ് മണ്ണിലെ മൈക്രോ ഓർഗാനിസംസിനെ തടസ്സപ്പെടുത്തുകയും ചെടികളുടെ വളർച്ചയെ ബാധിക്കുകയും ചെയ്യും. അവ ഫുഡ് ചെയിനിൽ അടിഞ്ഞുകൂടുകയും ആനിമൽസിനും ഹ്യൂമൻസിനും അപകടമുണ്ടാക്കുകയും ചെയ്യും. Additionally, releasing high amounts of certain beneficial minerals can harm the ecosystem. കൂടാതെ ഉയർന്ന അളവിൽ ചില ബെനിഫിഷ്യൽ മിനറൽസ് പുറത്തുവിടുന്നത് ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കും. Wildlife. Building and running thermal power plants can harm wildlife by destroying their habitats. This affects both animals and plants in the area. തെർമൽ പവർ പ്ലാന്റ്സ് നിർമ്മിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും വന്യജീവികളുടെ ഹാബിറ്റാറ്റിനെ നശിപ്പിക്കുന്നതിലൂടെ ദോഷം ചെയ്യും. ഇത് പ്രദേശത്തെ പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ബാധിക്കുന്നു. Migratory species that relied on these habitats for resting, feeding or breeding will need to find new places. ഈ ആവാസ വ്യവസ്ഥയെ ആശ്രയിച്ചിരുന്ന മൈഗ്രേറ്ററി സ്പീഷീസിന് വിശ്രമിക്കാനും ഭക്ഷണത്തിനും ബ്രീഡിങ്ങിനും പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്.
Also, aquatic life like fish and mussels in water bodies can be affected by the construction and operation of power plants, especially by activities like water intake and discharge or dredging. കൂടാതെ ജലാശയത്തിലെ മത്സ്യങ്ങളും ചിപ്പികളും പോലുള്ള ജലജീവികളെ പവർ പ്ലാന്റ്സിന്റെ നിർമ്മാണവും പ്രവർത്തനവും ബാധിക്കും, പ്രത്യേകിച്ച് വാട്ടർ ഇൻടേക്കും ഡിസ്ചാർജ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഡ്രഡ്ജിങ്ങും. Nuclear power plants. Nuclear power plants use nuclear reactions for energy, which is cleaner than fossil fuels but still has environmental impacts. ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് എനർജിക്കായി ന്യൂക്ലിയർ റിയാക്ഷൻ യൂസ് ചെയ്യുന്നു. അത് ഫോസിൽ ഫ്യൂവൽസിനേക്കാൾ ശുദ്ധമാണ്, പക്ഷേ ഇപ്പോഴും എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്സ് ഉണ്ട്. One major issue is thermal pollution, where hot water released into water sources harms aquatic life by reducing oxygen levels and promoting algal growth. This disrupts ecosystems, especially near coral reefs. ഒരു പ്രധാന പ്രശ്നം തെർമൽ പൊല്യൂഷനാണ്. അവിടെ വാട്ടർ സോഴ്സിലേക്ക് തുറന്നുവിടുന്ന ചൂടുവെള്ളം ഓക്സിജന്റെ അളവ് കുറയ്ക്കുകയും ആൽഗൽ ഗ്രോത്ത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതുകൊണ്ട് അക്വാട്ടിക് ലൈഫിനെ ദോഷകരമായി ബാധിക്കും. ഇത് എക്കോസിസ്റ്റത്തിനെ തടസ്സപ്പെടുത്തുന്നു, പ്രത്യേകിച്ച് കോറൽ റീഫ്സിന് സമീപം. Another concern is radioactive waste, which remains harmful for a long time. വളരെ കാലം ദോഷകരമായി നിലനിൽക്കുന്ന റേഡിയോ ആക്റ്റീവ് വേസ്റ്റാണ് മറ്റൊരു ആശങ്ക. ലോ ലെവൽ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. Most radioactive waste from power plants has a relatively low level radioactivity. This includes uranium mill tailings, which contain radium that decays to produce radon gas. പവർ പ്ലാന്റ്സിൽ നിന്നുമുള്ള മിക്ക റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകളും റിലേറ്റീവ്ലി ലോ ലെവൽ റേഡിയോ ആക്ടിവിറ്റി ആണ്. ഇതിൽ യുറാനിയം മിൽ ടെയിലിങ്സ് ഉൾപ്പെടുന്നു. റാഡൻ വാതകം പ്രൊഡ്യൂസ് ചെയ്യുന്ന റേഡിയം അതിൽ അടങ്ങിയിട്ടുണ്ട്. These tailings are typically stored near the mill, covered with a clay sealing barrier to prevent radon escape, and topped with soil or rocks to prevent erosion. ഈ ടെയിലിങ്സ് സാധാരണമായി മില്ലിന് സമീപം സൂക്ഷിക്കുന്നു. റാഡൻ രക്ഷപ്പെടുന്നത് തടയാൻ ഒരു ക്ലേ സീലിംഗ് ബാരിയർ കൊണ്ട് മൂടിയിരിക്കുന്നു. കൂടാതെ മണ്ണൊലിപ്പ് തടയാൻ മണ്ണോ പാറകളോ ഉപയോഗിച്ച് ടോപ്ഡ് ചെയ്യുന്നു. Other low-level radioactive waste includes tools, protective clothing, and disposal items contaminated with small amounts of radioactive material. മറ്റ് ലോ ലെവൽ റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകളായി ടൂൾസ്, പ്രൊട്ടക്റ്റീവ് ക്ലോത്ത്, ഡിസ്പോസബിൾ വേസ്റ്റ് എന്നിവ ഉൾപ്പെടുന്നു. These items are regulated to ensure they do not contact the outside environment. ഈ ഐറ്റംസ് ഔട്ട്സൈഡ് എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ നിയന്ത്രിക്കപ്പെടുന്നു. ഹൈ ലെവൽ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. ഹൈ ലെവൽ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ആർ ദി ബൈ പ്രോഡക്റ്റ് ഓഫ് ന്യൂക്ലിയർ റിയാക്ടർ ഓപ്പറേഷൻസ്, specifically spent fuel that's no longer efficient for generating electricity. ഹൈ ലെവൽ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ന്യൂക്ലിയർ റിയാക്ടർ ഓപ്പറേഷൻസിൻ്റെ ബൈ പ്രോഡക്റ്റ് ആണ്. പ്രത്യേകമായി ചെലവഴിച്ച ഫ്യൂവൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് കാര്യക്ഷമമല്ല. ഇറ്റ്സ് ഇൻ സോളിഡ് ഫോം, കംപ്രൈസിംഗ് സ്മോൾ ഫ്യൂവൽ പെല്ലറ്റ്സ് കണ്ടെയ്ൻഡ് ഇൻ മെറ്റൽ ട്യൂബ്സ് നോൺ ആസ് റോഡ്സ്. റോഡ് എന്നറിയപ്പെടുന്ന മെറ്റൽ ട്യൂബുകളിൽ അടങ്ങിയിരിക്കുന്ന സ്മോൾ ഫ്യൂവൽ പെല്ലറ്റ്സ് അടങ്ങുന്ന സോളിഡ് ഫോം ആണിത്. These weights are highly radioactive and require careful management due to their potential hazards to human health and the environment. ഈ വേസ്റ്റ് വളരെ ആക്റ്റീവാണ്. അവ ഹ്യൂമൻ ഹെൽത്തിനും എൻവയോൺമെൻറ്റിനും അപകട സാധ്യതയുള്ളതിനാൽ കെയർഫുള്ളായിട്ട് മാനേജ് ചെയ്യണം. ഡിസാസ്റ്റേഴ്സ്. Disasters leading to failure and destruction of nuclear power plants, resulting in spreading of radioactive materials to extended areas. ന്യൂക്ലിയർ പ്ലാന്റ്സിൻ്റെ പരാജയത്തിലേക്കും നാശത്തിലേക്കും നയിക്കുന്ന ദുരന്തങ്ങൾ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് വിപുലമായ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനും കാരണമാകുന്നു. The 2011 Japanese tsunami triggered a chain of events at the Fukushima first nuclear power plant, leading to hydrogen gas explosions and partial meltdowns. This caused the release of radioactive materials into the environment, prompting the evacuation of people from a 20-kilometer exclusion zone around the plant.
2011 ജാപ്പനീസ് സുനാമി ഫുകുഷിമ ഫസ്റ്റ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഇവൻസിൻ്റെ ഒരു ചെയിനിന് കാരണമായി. ഇത് ഹൈഡ്രജൻ ഗ്യാസ് എക്സ്പ്ലോഷൻസിനും പാർഷ്യൽ മെൽറ്റ്ഡൗൺസിനും കാരണമായി. ഇത് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് എൻവയോൺമെൻറ്റിലേക്ക് പുറത്തുവിടാൻ കാരണമായതിനാൽ പ്ലാന്റിന് ചുറ്റുമുള്ള 20 കിലോമീറ്റർ എക്സ്ക്ലൂഷൻ സോണിൽ നിന്ന് ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചു. The spread of radioactive materials from the plant not only posed immediate health risk but also had long-term environmental and socio-economic consequences for the affected areas. പ്ലാന്റിൽ നിന്നുമുള്ള റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് വ്യാപനം ഉടനടി ഹെൽത്ത് റിസ്കിന് മാത്രമല്ല അഫക്റ്റഡ് ഏരിയാസിൽ ലോങ് ടേം എൻവയോൺമെൻറ്റലിനും സോഷ്യൽ എക്കണോമിക് കോൺസിക്വൻസസ് ഉണ്ടാക്കുകയും ചെയ്തു. താങ്ക് യു ഓൾ.